അങ്ങനെ നമ്മൾ ഫിഷിങ്ങിന് പോവാണ്. ഫിഷിംഗ് ബോട്ടിൽ കയറി 10 കിലോ ഉള്ള മീനെ പിടിക്കാൻ പോവാണ്. നമ്മുടെ കൂട്ടത്തിൽ മീൻ പിടിക്കാൻ വരുന്ന ചേട്ടനാണ്. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് പണി നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 10 കിലോ ഉള്ള ഫിഷുമായിട്ട് തിരിച്ചു വരത്തുള്ളൂ. ഇവിടെ ഫിൻലൻഡിൽ നമ്മൾ വിൻ്ററിൽ ആക്ച്വലി ഇതെല്ലാം ഐസായി കിടക്കും. ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ വിൻ്ററിലൊക്കെ മുകളിൽ കാർ ഓടിക്കുന്നത്. നമ്മൾ ഈ നാവിഗേറ്റർ വെച്ചിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഫിഷുള്ള സ്ഥലം ഇവർക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ നേരെ പോയി ഫിഷ് ഉള്ളടത്ത് പോയി നമ്മൾ എറിഞ്ഞിട്ട് കൊടുക്കുന്നു. There are rocks. There you have this dark is the shadow. It's like you're standing on the bottom and with a flashlight, so it throws shadows to the sides from the rocks. Yeah. But then if you have a space between the object and the shadow, so then it's up in the water and then it's usually a fish. Yeah. Or it is a fish. It's a little bit because the closer the sensor it is, the bigger it shows. Okay. So if it is a 10 kilo fish, ഫിൻലൻഡിൽ പൊതുവെ റോക്കുകൾ സൈഡിൽ നമ്മൾ ചെറിയ ലേക്സിൽ നിന്ന് കടലിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി ചെറിയ ചെറിയ കല്ലുകളുണ്ടാവും. അപ്പം അതിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോന്നു കഴിയുമ്പോഴേക്കും നേരെ നമ്മൾ ഈ ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ റിമോട്ട് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. Here is 1 meter deep, so it's not deep, it's very shallow. The fish you get some. If it is a smaller one, you can either get a big fish. Yes. Now you don't hold it like that. Yes, sir. You take your finger and you move it like up. Yes. Okay. Yes, and okay. Yes, and like that. അങ്ങനെ നമ്മൾ ഫിഷിങ്ങിന് വന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ചെറുതായതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കാം. കിട്ടിയോ? നല്ല പതിരാലോ. അടിച്ചിരിക്കുകയാണ്. വീണ്ടും ഓർണം അടിച്ചിരിക്കുകയാണ്. സ്മോൾ. നമുക്ക് ഒത്തിരി അടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തീർത്ത് ചെറുതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ വന്നോളൂ. തന്നെയാണ് ഇതിനെല്ലാത്തിനും നമ്മൾ പൊക്കിക്കൊണ്ട് വന്നേനെ അല്ലേ? എനിക്ക് അടിച്ചതെല്ലാം 5 കിലോ, പക്ഷെ അത് പുള്ളി റിലീസ് ചെയ്തളച്ചു. അങ്ങനെ ഓർണം കൂടെ അടിച്ചിരിക്കുകയാണ്. എത്ര കിലോ അടിച്ചിട്ടുണ്ട്? ആദ്യമായിട്ടൊരു മീൻ അടിച്ചത് രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട്. 2 പേർക്ക് അടിച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ട് സാധനം ഇഷ്ടമാതിരി നമുക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫില്ലിൻ്റെ ശാഖരയാണ് നമ്മൾ ഇഷ്ടംമാതിരി സാധനത്തെയാണ് പിടിച്ചു കൂട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ വീണ്ടും അടിച്ചിരിക്കുകയാണ്. വീണ്ടും ഈ സ്റ്റിക്ക് വളയണത് അത്രയും വെയിറ്റ് ഉണ്ടെങ്കിലേ വളയത്തുള്ളൂ. ഇതാണ് സാധാരണ യൂറോപ്പിൽ കാണുന്ന പൈക്കാണ് ഈ മീൻ. അടിച്ചോ ആ പറയുന്നല്ലേ. ഒരു മീനോട് അടിച്ചിരിക്കുകയാണ്. പൊക്കി പിടിച്ചോ. ഇവിടെ കേട്ടോ. എല്ലാത്തിനും നമ്മൾ പിടിച്ചൊന്ന് കുറച്ചിടത്തിൽ പുറത്തേക്ക് കളയാൻ പോകണം. കളയുമല്ല, പുറത്തേക്ക് വിടുവാണ് ചെറുതിനെയൊക്കെ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കും. അങ്ങനെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് കൈയെല്ലാം കഴുകുന്നു. 1 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് 10-12 മീനോളം നമുക്ക് കിട്ടിയത്. നമ്മൾ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഫി ബ്രേക്കാണ്. പക്ഷെ നമ്മൾ പോവാണ്, ആവശ്യം സാധനം കിട്ടി. ഫിൻലൻഡിൽ നമ്മൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിന് വരാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ് ഫിൻലൻഡിൽ ലൈഫ്. ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഫിൻലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാണാനൊന്നുമില്ല. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ പോവുകയാണെങ്കിൽ നേരം പോക്കണം. കോഫി കൂടിയാണ്, മീനൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടി. ഫിഷിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പുറത്ത് നേച്ചർ വെച്ച് തന്നെ ഉണ്ടാക്കണം. പിന്നെ ചിക്കു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇതേ നമ്മൾ കപ്പയാണെങ്കിൽ ചെണ്ടൻ കപ്പ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ടാക്കുന്നു. നാടനടുപ്പിലൊക്കെ കുക്ക് ചെയ്ത് പച്ചയ്ക്ക് പറഞ്ഞു മാത്രമേ അല്ല, നാട്ടിലെ അടുപ്പിലേ കുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ നല്ല പാങ്ങിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ മറ്റേ സ്റ്റൗവിൽ പൊടിയിടാൻ നേരത്ത് തീ കുറച്ച് അല്ലാത്തപ്പോ തീ കൂട്ടി അങ്ങനെയൊക്കെ ചെയ്ത് ശീലിച്ചത് ഇതിപ്പോ മിക്കവാറും കൊളാവും. നല്ല സെറ്റപ്പായി നല്ലതായിട്ട് ആളിക്കത്തുമല്ല. പൊടിയൊക്കെ ഇടുമ്പോ തീ കുറഞ്ഞിരിക്കണ്ടേ, വെള്ളം റെഡി ആയിട്ടിരിക്കണം. അതിനകത്ത് സ്പീക്കറൊക്കെ ഉണ്ട്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അല്ലെ, മീനിട്ടില്ലല്ലോ. മീനിട്ടില്ല, തിളയ്ക്കാൻ തുടങ്ങുന്നുള്ളൂ. തിളയ്ക്കാൻ തുടങ്ങി. മീൻ അങ്ങനെ മീൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കളത്തി വീണുകൊണ്ടിരിക്കുന്നു. ഇത് കുറേ ഉണ്ട്, ചട്ടിയേക്കാട്ടിലും കൂടുതൽ മീനുണ്ട്. ആണല്ലേ. ഇടണം. കുറച്ച് വലിയ കഷ്ണമായി പോയി അല്ലേ. മീൻ കഷ്ണം വലുതായിപ്പോയി. ഇത്രയും വലിയ മുഴുത്ത മീൻ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കുറച്ചും കൂടെ ചെറുതായിട്ട് നമ്മൾ മുറിച്ച്, പക്ഷെ ഇച്ചിരി മുഴുപ്പ് കൊടുക്കും. ചെറിയ കഷ്ണം ആക്കിയാലും മതിയായിരുന്നു. കപ്പ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഈ മീൻ പെട്ടെന്ന് വേവുന്ന മീനത്. 3 മിനിറ്റ് കൊണ്ട് വേവും അല്ലേ. 3 മിനിറ്റ് കൊണ്ട് വേവുന്ന മീനത്. ചട്ടിയിൽ മുഴുവൻ മീൻ ഒതുങ്ങൂലാത്തോണ്ട് പിന്നെ അടുത്ത ഐഡിയ, പൊറോട്ട ചൂടാൻ ചട്ടി കൊണ്ടുവന്നുണ്ട്. എന്നാൽ പിന്നെ ഇച്ചിരി മുളകും മഞ്ഞളൊക്കെ ഇട്ട് തിരുമ്മി നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടോ വറുത്തോ അല്ലേ, അത് തന്നെ എങ്ങനെയും നമ്മളിന്ന് സെറ്റ് ആക്കി എടുക്കണം. നമ്മൾ അത്യാവശ്യം മഞ്ഞപ്പൊടി, മുളക് പൊടി, എല്ലാ സാധനവും കൊണ്ടുവന്നു. കുടംപൊടി എല്ലാം കൊണ്ടുവന്നായിരുന്നു. മീൻ തിളച്ചില്ല, തിളയ്ക്കുന്നു. അങ്ങനെ മീൻ നല്ല മുളകും മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. തികയത്ത് നമ്മൾ വറുത്തെടുക്കും. അങ്ങനെ മീൻ തിളയ്ക്കാൻ തുടങ്ങി. കപ്പ വെന്തു തുടങ്ങി.
തുറന്നോ? എനിക്കൊരു സംശയം. ഇപ്പൊ സമയം എത്രയാണെന്ന് അറിയാം? ഫിൻലൻഡിൽ രാത്രി 9:55 കണ്ടാ പറയോ? നല്ല ചൂടാണ്. അല്ല ജഗു, ഇപ്പൊ സമയം എത്രയായി നമുക്ക് പറയും ഇവിടെ കണ്ടു കഴിഞ്ഞാലേ. പക്ഷെ രാത്രി ഇപ്പൊ പാതിരാ സൂര്യന്റെ നാടാണ്. രാത്രി ഇപ്പൊ ഒരു 9:55 ആയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കപ്പ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. മീൻകറി വാങ്ങി വെക്കാൻ പോവാം അല്ലേ? ചിക്കന് വാങ്ങാൻ പറ്റുന്നില്ല. പോക കണ്ണിലേക്ക് അടിച്ചു പോയി. കണ്ടോ നല്ല സെറ്റായിട്ടോ. ഇനി സംഭവം ഇങ്ങനെ വെച്ചിട്ട് മറ്റേ വീട്ടിലിങ്ങനെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ ഇളക്ക് ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചട്ടി ഒന്ന് കറക്കും. കറക്കിയിട്ട് ഇങ്ങനെ കൊള്ളാം കൊള്ളാം. നല്ല മണവും വരുന്നുണ്ടല്ലേ? വരുന്നില്ലേലും വരുന്നുണ്ട്. അങ്ങനെ നമ്മള് ബാക്കി മീൻ ഇരുന്നത് പുറത്തേക്കെന്ന് വെച്ചു. എണ്ണ നേരെ ചട്ടിയിലോട്ട് ഒഴിച്ചില്ല, നേരെ മീനിലോട്ട് എണ്ണ ഒഴിച്ചു. കാരണം ചട്ടിയിൽ ഒഴിച്ചാൽ തീ പിടിച്ചാലോ. ചട്ടിയിൽ തീ പിടിക്കാൻ വേണ്ടി മീനിനകത്ത് എണ്ണ ഒഴിച്ചു. ചെണ്ടങ്ങപ്പ സെറ്റായി ചൂടടിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടെ എല്ലായിടത്തും നമ്മുടെ ഈ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടോടത്തല്ല ഇവിടെ ഇങ്ങനെ വിറകുകളുണ്ടാവും. അതുപോലെ തന്നെ ചട്ടു ഉണ്ടാക്കാൻ പോവാണ്. മാരക സംഭവം കേട്ടോ. അവാറ് തള്ളായിപ്പോയി. കോടാലി പിടിക്കാൻ മിനിമമെങ്കിലും അറിയണേ. ഇപ്പോൾ സമയം രാത്രി 10:50 കേട്ടോ. അങ്ങനെ മീൻ റെഡി ആയിട്ടുണ്ട്. കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊറോട്ടയും ഉണ്ടാക്കാം അല്ലേ ജഗു? അല്ലേ? നമ്മൾ പൊറോട്ട വീണ്ടും ചുടുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള എല്ലാ സാധനവും റെഡിയായി. ഇനി കഴിപ്പാണ്. പൊറോട്ടയുണ്ട്. അങ്ങനെ കപ്പയൊക്കെ റെഡിയായി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മീൻ വറുത്തതുണ്ട്. പൊറോട്ടയുണ്ട്. അങ്ങനെ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. കുഞ്ഞു വീഡിയോ ഇനി വരാം. ഇനി നമ്മുടെ യാത്രയൊക്കെയാണ്. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് യാത്ര വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കാണുക, ലൈക്ക് അടിച്ച് പൊട്ടിക്കുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.